ഇനി ആയത്തോതിയ മുസ്ലിയാർ ഇനി എന്താണ് അടുത്തത്? അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവ് ധരിക്കാൻ ഇതാ ഹദീസുമായി വരുന്നു. എന്താണ് ഹദീസ്? നമുക്ക് പരിശോധിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഴയില്ലാതെയായി, വെള്ളമില്ലാതെയായി, നാട് മുഴുവനും ഉണങ്ങി വറ്റി വരണ്ടു പോയി. ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിലെത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നു, أتيناك والعذراء تدمي لبانها وقد شغلت أم الصبي عن الطفل وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي فما كان مما يأكل الناس عندنا سوى الحمد لله والعلهز الفشل. ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ഹബീബേ മഴയില്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ വെള്ളം കുടിക്കാത്തത് കൊണ്ട് അവരുടെ മുലപ്പാലിൽ നിന്ന് ഇതിന് പകരം രക്തം വരാൻ തുടങ്ങിപ്പോയി നബിയേ. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ്റിലുള്ള കുട്ടികൾ മരിക്കാൻ തുടങ്ങി നബിയേ. മൃഗങ്ങൾ മുഴുവനും ചത്തുപോകാൻ തുടങ്ങി നബിയേ. എല്ലാ വൃക്ഷങ്ങളും ചെടികളും ഉണങ്ങി ഉണങ്ങി ഉണങ്ങി. ആട്ടങ്ങ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കയ്പുള്ള സാധനം, ചെറുനാരക പോലെ കാഴ്ചയിൽ. ഇത് ഉണങ്ങൂല, 100 കൊല്ലമൊക്കെ ഉണങ്ങാതെ നിൽക്കുന്നു. ഈ ആട്ടക്കഴിച്ച് മുഴുവൻ സാധനവും ഉണങ്ങിപ്പോയി നബിയെ. വളരെ വിഷമത്തിലാണ്, ഞങ്ങൾക്ക് മഴ വേണം. എന്നിട്ട് സഹാബി ചോദിക്കുന്നത് കേട്ടോ, فليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. എന്താ ചോദിക്കുന്നത്? ഹബീബായ നബിയെ, ഞങ്ങളിത് അങ്ങയുടെ മുമ്പിലേക്ക് ഓടി വന്നിരിക്കുന്നു. ഫലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന, ഞങ്ങൾക്ക് മഴയില്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങളടുക്കൽക്കല്ലാതെ വേറെ എവിടെ ഓടിപ്പോകാനാ? ഞങ്ങളിത് ഓടി വന്നിരിക്കുന്നു മഴയ്ക്ക് വേണ്ടി. പക്ഷേ ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞോ, എന്റെ അടുത്ത് ഓടി വരണ്ട, അള്ളാഹിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിച്ചോ? ഇല്ല. കാരണം എന്താണ്? ഈ സ്വഹാബികൾ വിശ്വസിച്ച വിശ്വാസം എന്താണ്? അതേ ബൈത്തിൽ തന്നെ കാണാം, വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. വിഷമങ്ങൾ വരുമ്പോൾ, മഴയില്ലാതെ വരുമ്പോൾ, ഏത് വിഷമങ്ങൾ വരുമ്പോഴും ജനങ്ങൾ അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊള്ളയല്ലാതെ എവിടേക്കാണ് ഓടിപ്പോവുക നബിയേ? അല്ലാഹുവിന്റെ മുർസലീങ്ങൾ. അപ്പോ ഇവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അല്ലാഹുവിന്റെ ഖുദ്റത്തിലാണ് വിശ്വസിച്ചത്. അല്ലാഹുവാണ് സർവം ചെയ്യുന്നത്, അത് മുർസലീങ്ങളെ വഴിക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്ന കാരണത്താൽ അല്ലാഹുവിന്റെ ഹബീബ് അവരെ ആട്ടി ഓടിച്ചില്ല. മറിച്ച് ആകാശത്തേക്കൊന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അസ്ഖിനൽ ഗൈസ വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹ്, ഈ ആളുകൾ മഴ ചോദിക്കുന്നു, നീ മഴ തരണം. ഒറ്റ വാക്ക്, മഴ പെയ്തു പോയി. മഴ പെയ്തു എന്നല്ല, വളരെ നല്ല മഴ അങ്ങോട്ട് പെയ്തു. മഴ നിൽക്കുന്നില്ല, അടുത്ത വെള്ളിയാഴ്ച വരെ നിൽക്കുന്നില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ച വാങ്ങിയ മഴയായതുകൊണ്ട് ആ ഹബീബ് പറയാതെ നിർത്തുന്ന പ്രശ്നമില്ല.
തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും, തങ്ങൾ പൊരുത്തപ്പെടുമെന്നല്ലേ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴ ഇനി ആ ഹബീബ് എപ്പോ പറയുന്നു അപ്പോഴല്ലാതെ നിർത്തുകയില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച വരെ മഴ അങ്ങ് നീണ്ടപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഒരാൾ വന്നിട്ട് പറയുന്നു, നബിയേ മഴ വർദ്ധിച്ചു പോയി നബിയേ, റോഡുകളൊക്കെ മുറിഞ്ഞു പോയി നബിയേ, മൃഗങ്ങളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങി, അതുകൊണ്ട് മഴയൊന്ന് നിർത്തി തരണം. ഒറ്റ പ്രാവശ്യം കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ കാണിച്ച് അല്ലാഹുമ്മ ഹവാലൈന, ഞങ്ങൾക്കിവിടെ മഴ വേണ്ട, ജനങ്ങളില്ലാത്ത കാട്ടിലും കുന്നിലും മലയിലും മഴ പെയ്തു കൊള്ളട്ടെ, ഇവിടെ മഴ വേണ്ട, നിന്നുപോയി ഈ മഴ. ഇത് ബഹുമാനപ്പെട്ട സഹാബത്ത മദീന മുനവ്വറയിലെ മസ്ജിദുൽ നബവിയിൽ വെച്ച് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം വരുമ്പോൾ ഇവിടുത്തേക്കല്ലാതെ ഓടി വരാൻ വേറെ എവിടെയില്ല എന്ന് പറഞ്ഞാൽ ഇവരെ മുശ്രിക്കാക്കാൻ പറ്റില്ല, ഇവരെ ഇസ്ലാമെന്ന് പുറന്തള്ളാൻ പറ്റില്ല. അത് ലോകത്തിന് തൗഹീദ് പഠിപ്പിക്കാൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു തന്നതാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് ചെയ്യുന്നത്. ആ ഹദീസായിട്ട് ഉദ്ധരിക്കാതെ ഒരു പാട്ടുപാടി തീർക്കാണ് വിചാരിച്ചത്. പാട്ട് പാടാൻ എല്ലാവർക്കും കഴിയും, അത് ഉറച്ച സ്വരത്തിലാണെങ്കിൽ കേൾക്കാൻ നല്ല സുഖമായിരിക്കും. ഏതായിരുന്നാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്. ആ ഹദീസിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവല്ല ഉള്ളത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണുള്ളത്. നോക്ക് നിങ്ങൾ, മഹാനായ ഇമാം ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അന്ന റജുലൻ ദഖല യൗമൽ ജുമുഅ മിൻ ബാബിൻ കാന വജാൽ മിൻബർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിമുൻ യഖ്തുബ് فاستقبل رسول الله صلى الله عليه وسلم قائما فقال يا رسول الله هلكت المواشي وانقطعت السبل فادعوا الله يغيثنا فرفع رسول الله صلى الله عليه وسلم يديه فقال اللهم اسقنا اللهم اسقنا اللهم اسقنا. നിങ്ങൾ നോക്കണം, ഹദീസാണ് ഉദ്ധരിക്കുന്നത്, മഹാനായ ഇമാം ബുഖാരിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഹദീസുള്ളതെന്നറിയോ? ഇസ്തിസ്ഖാഇന്റെ ബാബിൽ മഴയെ ചോദിക്കുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. എന്താണ് ഇമാം ബുഖാരി പറയുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ കടന്നു വന്നിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹലക്കത്തിൽ മവാശി വങ്കതാത്തി സുബുൽ ഫദഉല്ലാഹ യുഗീസുന. ഏ നബിയെ, ഇതാ കാലികൾ ചത്തുടങ്ങാൻ തുടങ്ങി, വഴികൾ മുറിഞ്ഞു പോകാൻ തുടങ്ങി, അതോടൊപ്പം തന്നെ കാലികൾ ചത്തുപോകാൻ തുടങ്ങി, വെള്ളമില്ല നബിയെ, ഇതാ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫദഉല്ലാഹ, നബിയെ താങ്കൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം, നബിയെ താങ്കൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം. യുഗീസുന, ഞങ്ങൾക്ക് മഴയെ കിട്ടാൻ വേണ്ടി നബിയെ താങ്കൾ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്വഹാബി വന്നത്. ആ പറച്ചിലങ്ങ് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കരങ്ങളും ഉയർത്തി, ഫഖാല, എന്നിട്ട് നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴയെ തരണേ, ഞങ്ങൾക്ക് മഴയെ തരണേ, ഞങ്ങൾക്ക് മഴയെ തരണേ. നിങ്ങൾ നോക്ക്, ഒരുപാട് റിപ്പോർട്ടുകളിലൂടെ വന്ന ഹദീസാണിത്. സഹാബികൾ അതിനെക്കുറിച്ച് പറയുന്നു, ഞങ്ങൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലക്ക് മഴ വർഷിക്കാൻ തുടങ്ങി. മഴ വർഷിച്ച് എത്രത്തോളം നീണ്ടെന്നറിയോ? അടുത്ത വെള്ളിയാഴ്ച വരെ ആ മഴ അങ്ങ് നീണ്ടു. ثم دخل رجل من ذلك الباب في الجمعة المقبلة. അടുത്ത വെള്ളിയാഴ്ചയായി കഴിഞ്ഞപ്പോ വേറെ ഒരാൾ ഓടി വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹലക്കത്തിൽ അംവാൽ വങ്കതാത്തി സുബുൽ, നബിയെ ധനങ്ങളെല്ലാം നശിക്കാൻ തുടങ്ങി,
വഴികളെല്ലാം ഒലിച്ചു പോകാൻ തുടങ്ങി, മുറിയാൻ തുടങ്ങി. അത്രത്തോളം വലിയ മഴയാണ്, ഒരാഴ്ച നീണ്ടു നിന്ന മഴയാണ്. അതുകൊണ്ട് നബിയെ ഈ മഴയെ പിടിച്ചു നിർത്താൻ അങ്ങ് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ, അങ്ങ് അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരങ്ങൾ ഉയർത്തിയിട്ട് പിന്നെ പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ അകാം والجبال والآجام والضراب والأودية ومنابت الشجر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് പടച്ചതമ്പുരാനെ മതി, ഞങ്ങൾക്ക് വേണ്ടതില്ല, ഞങ്ങൾക്ക് മഴ ആവശ്യമായി കിട്ടിക്കഴിഞ്ഞു. ഇനി വല്ല പ്രാന്തപ്രദേശങ്ങളിലേക്കോ വല്ല മലമടക്കുകളിലേക്കോ ഈ മഴയെ നീ നീക്കണേ നാഥാ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പങ്കത്താത്ത്, അപ്പം മഴ മുറിഞ്ഞു. വഹറജിനാ നംശി ഫി ശംസ്, ഞങ്ങളന്ന് സൂര്യന്റെ ആ വെട്ടം കിട്ടിയിട്ടാണ് ആ ജുമാഅന് പോയത് എന്നാണ് ഹദീസിലുള്ളത്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഉദ്ധരിച്ചൊരു തെളിവാണിത്. മുസ്ലിയാർ പാട്ടുപാടി പറഞ്ഞു, ഞാൻ ഹദീസിലുള്ളത് പറഞ്ഞു, ഇതേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, എന്താണ് ഇവിടെയുള്ളത്? ഇവിടെയുള്ളത് എന്താണുള്ളത്? വന്ന സ്വഹാബി നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ വരേണ്ടതില്ലല്ലോ. സഹാബി എന്തിനാ റസൂലുള്ളാഹിലേക്ക് വരുന്നത്? വീട്ടിലിരുന്നാ പോരെ? വീട്ടിൽ നിന്നിട്ട് പറയണം, മഴയില്ല നബിയേ, മഴയില്ല, വേഗത്തിൽ മഴ തരണേ എന്ന് പറയണോ? പറയുകയല്ലേ വേണ്ടത്? പശയല്ലേ വേണ്ടത്?